നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ചിരി വിടരുന്നു ഇനി വീടുകളിലേക്ക്. സ്വപ്ന സാക്ഷാത്കാരമായി നറുക്കെടുപ്പ്. ശസ്ത്രക്രിയക്ക് വിധേയമായ സ്ത്രീയുടെ വയറ്റിൽ കത്രിക. ആരോഗ്യവകുപ്പ് കർശന നടപടികളിലേക്ക്. 5 ലക്ഷം തൊഴിലവസരങ്ങൾ. പുതിയ IT നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. വെറും വാക്ക് പറയില്ല. സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബത്ത 10% വർദ്ധിപ്പിച്ചു. യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസ് 5 മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജീവപര്യന്തം. മൂന്നാമത് ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിന് ശനിയാഴ്ച തിരി തെളിയും. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് ഉദ്ഘാടന ചിത്രം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മുണ്ടക്കൈയിൽ ഉരുൾമൂടിയ ജീവിതങ്ങൾക്ക് അതിജീവനത്തിൻ്റെ മേൽക്കുരയിലേക്ക് കൂടുകൂട്ടാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഫെബ്രുവരി 25-ന് ടൗൺഷിപ്പിലെ 178 വീടുകൾ കൈമാറുന്നതിന് മുന്നോടിയായി വീടുകളുടെ നറുക്കെടുപ്പ് മന്ത്രി OR കേളുവിൻ്റെ നേതൃത്വത്തിൽ നടന്നു. ചുരൽമല സ്വദേശി T അഷറഫാണ് ആദ്യ നറുക്കെടുത്തത്. ഫേസ് 1-ൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കാണ് വീട് കൈമാറുന്നത്. സുതാര്യത ഉറപ്പു വരുത്തുന്നതിനായി ഗുണഭോക്താക്കൾക്ക് തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തം വീട് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ദുരന്തത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കാണ് മുൻഗണനാ പട്ടികയിൽ 1-ാം സ്ഥാനം നൽകിയിരിക്കുന്നത്. 1000 ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറി, 2 ശുചിമുറി, സിറ്റ് ഔട്ട്, ഡൈനിങ്, ലിവിംഗ്, പഠനമുറി, അടുക്കള, വർക്ക് ഏരിയ എന്നിവ ഉൾപ്പെടുന്നതാണ് വീട്. 2 നിലയിലധികം നിർമ്മിക്കാനുള്ള അടിത്തറയുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിലെ എൽസൺ എസ്റ്റേറ്റിൽ വിസ്മയിപ്പിക്കുന്ന വേഗത്തിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ആദ്യ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ച് 316-ാം ദിവസം ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. 304 വീടിൻ്റെ വാർപ്പ് പൂർത്തിയായി. 410 വീടാണ് ആദ്യഘട്ടം നിർമ്മിക്കുന്നത്. ഈ വർഷത്തെ IT നയത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. IT-യിലും അനുബന്ധ മേഖലകളുമായി കുറഞ്ഞത് 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തെ IT വ്യവസായ കയറ്റുമതിയുടെ 10% വിഹിതമെങ്കിലും നേടാൻ കേരളത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതാണ് നയം. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 20,000 ആയി ഉയർത്തും. സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയും വികേന്ദ്രീകൃത വളർച്ചയിലൂടെയും സംസ്ഥാനത്ത് IT സ്ഥല ലഭ്യത 3 ഇരട്ടിയാകും. IP അധിഷ്ഠിത വിജ്ഞാന വ്യവസായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കും. ഫൈബർ ഓപ്റ്റിക് കണക്ടിവിറ്റി ഉറപ്പാക്കി സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് ലഭ്യത 100% ഉറപ്പാക്കും. CISF വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോണിന് സ്വീകരണം നൽകി. CISF വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോൺ 2026-ന് കണ്ണൂരിൽ സ്വീകരണം നൽകി. മുഴപ്പിലങ്ങാട് ഡ്രൈവ്-ഇൻ ബീച്ചിലാണ് കോസ്റ്റൽ സൈക്ലോത്തോണിൻ്റെ കണ്ണൂരിലെ യാത്രയ്ക്ക് തുടക്കമായത്. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഫ്ലാഗ് ഓഫ് ചെയ്തു. കിയാൽ MD C ദിനേഷ് കുമാർ, മദ്രാസ് റെജിമെൻറ്റ് NCC കേണൽ ആശീഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ VP ബിനീഷ്, യൂട്യൂബർ KN ബിച്ചു, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ, മുഴപ്പിലങ്ങാട് സ്വദേശികൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് നാളെ തുടക്കം. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പിന് ദിശാസൂചികയായിരുന്ന 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് ശനിയാഴ്ച തുടക്കം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പഠന കോൺഗ്രസിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 9:30-ന് AKG ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം M വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് K മാണി തുടങ്ങിയവർ പങ്കെടുക്കും. 18 വേദികളിലായി 3000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന 46 ചർച്ചാ സമ്മേളനങ്ങൾ നടക്കും. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ നടക്കുന്ന സെമിനാറുകൾ അക്കാദമികവും പ്രായോഗികവുമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായ വിശകലനത്തിന് വിധേയമാക്കും. 4 സിംപോസിയങ്ങളും ഉണ്ടാക്കും. കേരളത്തിന്റെ വികസന അനുഭവത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം, മതേതരവും പുരോഗമനാത്മകവുമായ സംസ്കാരം, കേരളത്തിന് ഒരു ശാസ്ത്ര സാങ്കേതിക നയം, 16-ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് എന്നീ വിഷയങ്ങളാണ് സിംപോസിയം. AKG പഠന ഗവേഷണ കേന്ദ്രം, ഹസൻ മരക്കാർ ഹാൾ, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലായാണ് പരിപാടി. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനവും സാമ്പത്തിക ഉപരോധങ്ങളും ഇതിനെതിരെയുള്ള ബദലുകളും പഠന കോൺഗ്രസിൽ പ്രധാന ചർച്ചയാകും. സമാപന സമ്മേളനം ഞായർ പകൽ 2-ന് AKG ഹാളിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. ക്യാൻസർ ചികിത്സയിൽ ആയുർവേദത്തിന്റെ സാധ്യതകൾ, പുതിയ ആശയങ്ങൾ പങ്കുവെച്ച് ശാസ്ത്ര സെമിനാർ. ആയുർവേദ അലോപ്പതി ചികിത്സകളുടെ അതിരുകൾ പുനർനിർണയിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്ത ശാസ്ത്ര സെമിനാർ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച എക്സ്പാൻഡിംഗ് ദി ഫ്രോണ്ടിയേഴ്സ് മെയിൻ സ്ട്രീമിംഗ് ആയുർവേദം ഇൻ കാൻസർ കെയർ
ആയുർവേദ കോൺഫറൻസ് ആണ് ആയുർവേദത്തിന്റെ പുത്തൻ സാധ്യതകൾ തുറന്നത്. ക്യാൻസർ ചികിത്സയിൽ അലോപ്പതിയും ആയുർവേദവും യോഗയും സംയോജിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും ഇതിലൂടെ രോഗികളുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ കുറച്ചു കൊണ്ടുവരണമെന്നും സെമിനാർ ചർച്ച ചെയ്തു. ആയുർവേദത്തിലെ ഗവേഷണങ്ങളും വിപണി സാധ്യതയും പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്ത് ആയുർവേദത്തിന് അനുകൂലമായ ഇക്കോസിസ്റ്റം രൂപപ്പെടുത്താമെന്നതിലും ഗൗരവമായ ചർച്ചകൾ ഉയർന്നു. ഉദ്ഘാടന സെഷനിൽ MLA മാരായ KK ശൈലജ ടീച്ചർ, KV സുമേഷ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡെ, ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന മിഷൻ ഡയറക്ടർ ഡോക്ടർ സജിത് ബാബു എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ഫെബ്രുവരി 21 ശനിയാഴ്ച തിരിതെളിയും. തളിപ്പറമ്പിലെ ക്ലാസിക് റൗണ്ട്, ആലിങ്കൽ പാരഡൈസ് എന്നീ 3 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ തിരഞ്ഞെടുത്ത 34 സിനിമകൾ പ്രദർശിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 9:45 മുതൽ പ്രദർശനങ്ങൾ ആരംഭിക്കും. ഫെബ്രുവരി 23 വരെയാണ് മേള. ഉദ്ഘാടന ചിത്രമായ ജാഫർ പനഹയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് പ്രദർശിപ്പിക്കും. ക്ലാസിക് തിയേറ്ററിൽ വൈകിട്ട് 6 മണിക്കാണ് പ്രദർശനം. 2025 കാൻസ് ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പാംതോർ ലഭിച്ച സിനിമയാണത്. മികച്ച വിദേശ ഭാഷ, ചിത്രം, തിരക്കഥ എന്നീ വിഷയങ്ങളിൽ ഓസ്കാർ നോമിനേഷനുകളും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 30ാമത് IFFKയുടെ ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഫീമെയിൽ ഫോക്സ്, പലസ്തീൻ പാക്കേജ് എന്നീ വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. എല്ലാ ദിവസവും ഓരോ തിയേറ്ററിലും 4 പ്രദർശനങ്ങൾ വീതം ഉണ്ടായിരിക്കും. ഓപ്പൺ ഫോറോ എക്സിബിഷൻ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2021 നടന്ന ശസ്ത്രക്രിയയിൽ സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയെന്ന് നിയമപരമായ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുനപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഉഷയുടെ മകനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശസ്ത്രക്രിയ ചികിത്സ ചെലവിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നും സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. വിഷയം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതിയെ അന്വേഷണത്തിന് നിശ്ചയിച്ചു. ഇവർ വണ്ടാനത്തിന് അന്വേഷണത്തിന് പോവുകയും ചെയ്തതായി മന്ത്രി കൂട്ടിച്ചേർത്തു. 2021 മെയ് 12-നാണ് ശസ്ത്രക്രിയ നടന്നത്. കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും. ഡോക്ടറെ സ്വകാര്യ കൺസൾട്ടേഷനിൽ ഉൾപ്പെടെ കണ്ടതായി കുടുംബങ്ങൾ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കേസ് ആയതുകൊണ്ടും കൂടുതൽ അന്വേഷണങ്ങൾ അതിൽ ആവശ്യമാണ്. പോലീസിന്റെ സഹായം തേടും. തുടർ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പഴുതില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കും. ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനുകൾ നിർബന്ധമായും ശസ്ത്രക്രിയയിൽ ഉറപ്പാക്കണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. മങ്കടക്കുട്ടിലിൽ യുവാവിനെ തല്ലിക്കൊന്ന കേസിൽ 5 മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും 85,000 രൂപ വീതം പിഴ ശിക്ഷ. 1 മുതൽ 5 വരെ പ്രതികളായ മങ്കടക്കുട്ടിക്കൽ സ്വദേശികളായ നായകത്ത് അബ്ദുൾ നാസർ 40, സഹോദരൻ ഷർഫുദ്ദീൻ 33, പട്ടിക്കുത്ത് സുഹൈൽ 34, പട്ടിക്കുത്ത് അബ്ദുൾ ഗഫൂർ 52, പട്ടിക്കുത്ത് സക്കീർ ഹുസൈൻ 43 എന്നിവരെയാണ് മഞ്ചേരി 1ാം അഡീഷണൽ ജഡ്ജി M. തുഷാർ ശിക്ഷിച്ചത്. 3 5 പ്രതികളായ സുഹൈൽ, സക്കീർ ഹുസൈൻ എന്നിവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ വകുപ്പും തെളിഞ്ഞു. ഇവർക്ക് 2 വർഷം അധിക കഠിന തടവും 10,000 പിഴയും വിധിച്ചു. പ്രതികൾ നടത്തിയത് ഭീകരവാദ പ്രവർത്തനമാണെന്നും ഇത്തരം സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കൊലപാതകം, ന്യായവിരുദ്ധമായ സംഘം ചേരൽ, സംഘം ചേർന്ന് കലാപം നടത്തൽ, സംഘം ചേർന്ന് മാരകായുധങ്ങളുമായി ആക്രമിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. 2016 ജൂൺ 6 പുലർച്ചെ 2-നാണ് കേസിനാസ്പദമായ സംഭവം. മങ്കടക്കുട്ടിലിലെ ഒരു വീട്ടിലെത്തിയ നസീറിനെ 40 പരിസരവാസികളായ ലീഗുകാർ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ക്ഷേമബത്ത ഉയർത്തിയുള്ള ഉത്തരവുമായി സംസ്ഥാന ധനവകുപ്പ്. 10% DA അനുവദിച്ചാണ് ഉത്തരവ്. വർദ്ധിപ്പിച്ച DA മാർച്ചിലെ ശമ്പളത്തോടൊപ്പം നൽകും. ജീവനക്കാരുടെ 25% ക്ഷേമബത്ത 35%മാണ് ഉയർത്തിയിരിക്കുന്നത്. 3% ഫെബ്രുവരി മാസത്തിൽ ഒരു ഗഡുവായി നൽകിയിരിക്കുന്നു. ഇതോടെ ഒരു മാസത്തിനുള്ളിൽ 13% DA DR വർധനയാണ് നടപ്പാക്കിയത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഉത്തരവിറക്കി. 1ാം പിണറായി സർക്കാരാണ് 2021 ഫെബ്രുവരിയിൽ 16% DA DR ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണ്ണമായും തീർത്തത്. UDF സർക്കാരുകളുടെ കാലത്ത് പലപ്പോഴും വലിയ കുടിശ്ശികയാണ് വരുത്തിയിരുന്നത്. തുടർന്ന് ജീവനക്കാർ സമരത്തിനിറങ്ങേണ്ടി വന്നു. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 3 ഗഡു ക്ഷേമബത്ത വെട്ടിക്കുറിച്ചു. പല സ്ഥാനങ്ങളും ഇത് പിന്തുടർന്നപ്പോൾ
കേരളം അതുൾപ്പെടെ അനുവദിച്ചു. വനിതാ ജയിൽ ജീവനക്കാർക്കും അന്തേവാസികൾക്കും പശു വളർത്തലിൽ പരിശീലനം നൽകി. ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് വനിതാ ജയിൽ ജീവനക്കാർക്കും അന്തേവാസികൾക്കും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തലിൽ പരിശീലനം നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റത്തിനുള്ള വേദികളാണ് ജയിലുകളെന്നും വനിതാ ജയിലിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലിൽ നിന്നും പ്രപ്പോസൽ ലഭിച്ചാൽ സർക്കാരിൻ്റെ അംഗീകാരത്തിന് വിധേയമായി ഡയറി ഫാം നവീകരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ 2011 വനിതാ ജയിലിൽ ഡയറി ഫാം സ്ഥാപിച്ചത്. ജയിൽ സൂപ്രണ്ട് AS അമ്പുലി, പ്രിൻസിപ്പൽ ട്രെയിനിങ് ഓഫീസർ ഡോക്ടർ കിരൺ വിശ്വനാഥ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് മൃദുല വി നായർ, റിട്ടയർഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത്, ഫീൽഡ് ഓഫീസർ കെ സുധി എന്നിവർ സംസാരിച്ചു. അക്ഷയ സംരംഭകർ അവസരം. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ സേവനദാതാക്കളായ അക്ഷയ പദ്ധതി കണ്ണൂർ ജില്ലയിൽ 73 ലൊക്കേഷനുകളിലേക്ക് അക്ഷയ സംരംഭകരെ തിരഞ്ഞെടുക്കുന്നു. പൊതുവിഭാഗത്തിൽ 65 ലൊക്കേഷനിലേക്കും പട്ടികജാതി വിഭാഗത്തിൽ 6, പട്ടികവർഗ വിഭാഗത്തിലേക്ക് 2 ലൊക്കേഷനിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. സംരംഭകത്വ ശേഷിയും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 50 വയസ്സ് കവിയാത്തവരുമാർക്ക് അപേക്ഷിക്കാം. എല്ലാ വിഭാഗർക്കും ഈ പ്രായപരിധി ബാധകമാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടിസ്ഥാന യോഗ്യത +2, പ്രീ ഡിഗ്രി, കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിഭാഗ്യം. ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് കിറ്റിൻ്റെ വിതരണോദ്ഘാടനം ടി പത്മനാഭൻ നിർവഹിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഫെബ്രുവരി 21 മുതൽ 23 വരെ തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ രജിസ്റ്റർ ചെയ്ത പ്രതികൾക്കായുള്ള ഡെലിഗേറ്റ് കിറ്റിൻ്റെ വിതരണ ഉദ്ഘാടനം എഴുത്തുകാരൻ ടി പത്മനാഭൻ നിർവഹിച്ചു. ചലച്ചിത്ര നടൻ ദീപക് പറമ്പോൾ ആദ്യ ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങി. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ടി പത്മനാഭന് ഡെലിഗേറ്റ് കിറ്റ്സ് സമ്മാനിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന 3ാമത് ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിന് ടി പത്മനാഭൻ ആശംസകൾ അർപ്പിച്ചു. പള്ളിക്കുന്ന് രാജേന്ദ്ര കോളനിയിലെ ടി പത്മനാഭൻ്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ സംഘാടന സമിതി കൺവീനറും ചലച്ചിത്ര സംവിധായകനുമായ ഷെറി ഗോവിന്ദൻ, ചലച്ചിത്ര അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ ഫെസ്റ്റിവൽ H ഷാജി, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോഗ്രാം NP സജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ടി പത്മനാഭൻ്റെ പൂച്ചക്കുട്ടികളുടെ വീട്, നായ്ക്കളും മനുഷ്യരും എന്നീ കഥകളെയും ഫ്രഞ്ച് നോവലിസ്റ്റ് റെന വാസിൻ്റെ തപ്പാൽപ്പെട്ടിയിലെ പച്ചകൾ എന്ന കഥയും ആസ്പദമാക്കി ഷെറി ഗോവിന്ദൻ സംവിധാനം ചെയ്ത സമസ്ത ലോക ഫെബ്രുവരി 23 തിങ്കളാഴ്ച രാവിലെ 10 അവിടെ പ്രദർശനം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.